കേരളത്തിലും വലിയ ആഘോഷവും ആരവങ്ങളുമാണ് ഉയരുന്നത്. കൊച്ചിയിലുണ്ട് വലിയ ആവേശം. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കൊച്ചി എന്താണ് കൊച്ചി എന്നുള്ള ചിത്രം? ആ പിന്നിൽ വലിയ ആൾക്കൂട്ടം കാണാമല്ലോ. സജിത്ത്, ഈ ആൾക്കൂട്ടം കുറേ നേരമായുള്ളൊരു ആരവങ്ങളാണ്. കാരണം ഇത് നമ്മളുള്ളത് എറണാകുളം കലൂര് കറുകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കറുകപ്പള്ളിയിൽ DRKയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളായിട്ട് ഇവിടെ കൊണ്ടു നടക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ കുറേ നേരമായിട്ട് ഒരു ഘോഷയാത്രയോടുകൂടി ഇവിടെ ഫുട്ബോൾ ആരാധകർ സംഘടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കളി കാണുവാനുള്ള വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിൽ വലിയ ആവേശത്തോടുകൂടി എതിരേൽക്കുകയാണ്. കൊച്ചു കുട്ടികളടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ്. നേരത്തെ ചലച്ചിത്ര നടൻ ടിനി ടോം അടക്കം ഇതിന് ഈ ഒരു ആഘോഷത്തിന് നേതൃത്വം നൽകിക്കൊണ്ട്, ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. മക്കളെ, ടീം ഏതാന്ന് ചോദിക്കണ്ടല്ലേ? ഏതാ? അർജന്റീന. സംശയമൊന്നുമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാ? അർജന്റീന 100% കപ്പടിക്കും, ഒരു ഡൗട്ടും ഇല്ല. ബ്രസീലോ? അർജന്റീന പഠിക്കും. ചരിത്രത്തിലാദ്യമായിട്ട് 48 ടീമാണ് ഈ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. ഇന്ന് ആതിഥേയ രാഷ്ട്രമായ മെക്സിക്കോ ലോക റാങ്കിൽ 15ാം സ്ഥാനത്തും ദക്ഷിണാഫ്രിക്ക 60ാം സ്ഥാനത്തും. ഇന്ന് കറുകപ്പള്ളി DRK ദേശാഭിമാൻ റോഡ് കറുകപ്പള്ളി സംഘടിപ്പിക്കുന്ന ബിഗ് സ്ക്രീനിൽ കറുകപ്പള്ളിയിലെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി ലോകകപ്പിൽ ആദ്യമായിട്ട് ഖത്തറിന് വേണ്ടി ജാസിൽ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് കളിക്കുകയാണ്. കണ്ണൂരുകാരനായ ജാസിൽ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് കളിക്കുകയാണ്. അറിയാലോ, ഞങ്ങൾ കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് കളി തുടങ്ങണതിന് മുമ്പ്, അതായത് ലോകകപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഈ പ്രാവശ്യം അർജന്റീന കപ്പ് കൊണ്ടുവന്ന്. അതുപോലെ തന്നെ നടന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ പറയുകയാണ് അർജന്റീന കപ്പ് കൊണ്ടുപോകും. അത് ഈ പ്രാവശ്യം അത് ചരിത്രം നിർത്തിക്കൊണ്ട് ബ്രസീൽ കപ്പടിച്ചിരിക്കും. ഇവര് കുറെ അർജന്റീന ബ്രസീൽ ഫാൻസ് ഉണ്ട്. അവരെല്ലാം ഇപ്പൊ വർഷങ്ങളായിട്ട് ഇത് തന്നെ. പിന്നെ അർജന്റീന കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ചക്കക്ക് ഒരു കപ്പടിച്ച്. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് ആയിട്ട് ഫ്രാൻസ് ആണ് ഫൈനലിൽ കയറിയത്. ഈ പ്രാവശ്യം അതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് ടീം തന്നെ ഫ്രാൻസ്. 6ാമത്തെ വേൾഡ് കപ്പ് ആയിട്ട് ഞങ്ങൾ വരും. ഇന്നത്തെ കപ്പ് പോർച്ചുഗൽ തൂക്കും. മെസ്സി കള്ളക്കളി കളിച്ച് ചിലപ്പോ വെള്ളപ്പടിയും. കഴിഞ്ഞ കുറെ വർഷം 2002 ലാസ്റ്റ് വേൾഡ് കപ്പ് അടിച്ച ബ്രസീലാണ്. എന്നിട്ട് ഇപ്പൊ കിടന്ന് പറയണ്ട നമ്മ കഴിഞ്ഞ വർഷവും കൂടി അടിച്ചോളൂ. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മളെടുക്കും, ഈ വേൾഡ് കപ്പ് നമ്മളെടുക്കും. സജിത്ത്, ഇതുപോലെ ആവേശവും തമാശയും എല്ലാം തന്നെ കയറും. കാരണം ഇതിപ്പോൾ ഫുട്ബോളാണ്. ഈ കുറെ ദിവസത്തിലേക്ക് പലരും പല രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്. പക്ഷേ ഒരാവേശമേ ഉള്ളൂ, ഫുട്ബോൾ എന്ന ആവേശം. എല്ലാ അതിരുകളും വായിക്കുന്ന ആ വലിയ ആവേശത്തിലേക്കുള്ള കാത്തിരിപ്പിലും തയ്യാറെടുപ്പിലുമാണ് ഫുട്ബോൾ ആരാധകർ. സജിത്ത്, യെസ്, അതാണ് കേരളം ഫുട്ബോളിന് നൽകുന്ന ആവേശം. ഇന്ത്യ മത്സരിക്കാത്ത ഒരു വേൾഡ് കപ്പിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ ഇത്ര അധികം ആവേശ കാഴ്ചകൾ. ഇത് കൊച്ചിയിലെ മാത്രം കാഴ്ചയല്ല, സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും സമാനമായ കാഴ്ചകളാണ്, ആവേശ കാഴ്ചകൾ. ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ട് വലിയ കട്ടൗട്ടുകളിലും മറ്റും ഒരുക്കിയാണ് ജനങ്ങൾ, ഫുട്ബോൾ ആരാധകർ തങ്ങളുടെ താരങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.